ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയാൻ കാരണം ഇവിടുത്തെ യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കൊണ്ടാണെന്ന വിചിത്രമായൊരു വാദം കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുകയുണ്ടായി. 1.5 കിൻഡൽ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം തട്ടിവിട്ട ഈ കണക്കുകൾ കേട്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞരും ആരോഗ്യ വിദഗ്ധരും ഒരുപോലെ അമ്പരന്നിരിക്കുകയാണ്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? കുടിയേറ്റവും ശിശുമരണ നിരക്കും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? എന്താണ് ശിശുമരണ നിരക്ക് അഥവാ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്? ഒരു പ്രത്യേക വർഷം ഒരു പ്രദേശത്ത് ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 1 വയസ്സ് തികയുന്നതിന് മുൻപ് മരണപ്പെടുന്നവരുടെ എണ്ണമാണിത്. ആ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിൻ്റെ ഗുണനിലവാരത്തെയാണ് ഈ നിരക്ക് സൂചിപ്പിക്കുന്നത്. യുവാക്കൾ നാടുവിടുന്നതും ജനിച്ച കുഞ്ഞുങ്ങൾ മരിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകില്ല. കാരണം കുടിയേറ്റം നടക്കുന്നത് തൊഴിലിനു വേണ്ടിയാണെങ്കിൽ ശിശുമരണ നിരക്ക് കുറയുന്നത് മികച്ച പ്രസവാനന്തര ശുശ്രൂഷയും വാക്സിനേഷനും ലഭ്യമാകുന്നത് കൊണ്ടാണ്. ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം കണക്കുകളും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വിവരങ്ങളും പ്രകാരം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ ഇത് 5 എന്ന ഒറ്റ അക്കത്തിലാണ് നിൽക്കുന്നത്. തമിഴ്നാട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 13 എന്ന കണക്കിലാണ് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലെത്തുമ്പോൾ അത് 16 ആകുന്നു, ബീഹാറിലെത്തുമ്പോൾ അത് 27 ആകുന്നു, ഉത്തർപ്രദേശിൽ 38 ആകുന്നു, മധ്യപ്രദേശിൽ 43 എന്ന കണക്കിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ ശരാശരി എന്ന് പറയുന്നത് 28 ആണ്. നോക്കൂ, ഇന്ത്യയിലെ ശരാശരി ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് 28 ആണ്. അതായത് 1000 കുഞ്ഞുങ്ങളിൽ 28 പേർ പ്രതിവർഷം മരിക്കുന്നുണ്ട്. കേരളം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന 5 എന്ന നിരക്കിൽ നിൽക്കുമ്പോൾ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇത് കേരളത്തിൻ്റെ 7 ഇരട്ടി വരെയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാദം ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ തൊഴിൽ തേടി സംസ്ഥാനം വിടുന്ന UPയിലും ബീഹാറിലുമല്ലേ ശിശുമരണ നിരക്ക് ഏറ്റവും കുറയേണ്ടത്? ഉത്തർപ്രദേശിൽ ഏകദേശം 12 ദശലക്ഷം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളതായാണ് കണക്കുകൾ. ഇനി ബീഹാറിലേക്ക് വരികയാണെങ്കിൽ 7.5 ദശലക്ഷം ആളുകൾ ഇത്തരത്തിൽ കുടിയേറിയിട്ടുണ്ട്. അവിടെയാണ് ഈ കുടിയേറ്റ സിദ്ധാന്തം പൊളിഞ്ഞു വീഴുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഒന്നാമത്? കേരളം ഈ നേട്ടം കൈവരിച്ചത് കുടിയേറ്റം കൊണ്ടല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി ആരോഗ്യ മേഖലയിൽ നടത്തിയ നിക്ഷേപം കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനം സ്ത്രീ സാക്ഷരതയാണ്. അമ്മമാർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ നിർണായകമായൊരു ഘടകമാണ്. അത് കേരളം കൃത്യമായി നൽകുന്നുണ്ട്. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമാണ് മറ്റൊന്ന്. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മികവാർന്നതാണ്. ആശാവർക്കർമാരുടെ സേവനം എടുത്തു പറയേണ്ട മറ്റൊരു ഘടകമാണ്. ഗർഭകാലം മുതൽ കുട്ടിക്ക് 1 വയസ്സാകുന്നതുവരെ കൃത്യമായ ഫോളോ അപ്പ് കേരളം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനം സൂചിപ്പിക്കാനുള്ളതാണെങ്കിൽ വാക്സിനേഷനെ കുറിച്ചാണ്. 90% മുകളിൽ കുട്ടികൾക്കും കൃത്യസമയത്ത് വാക്സിനേഷൻ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കണക്കുകൾ വളച്ചൊടിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ ഇത്തരം യുക്തിരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ്. യുവാക്കൾ വിദേശത്ത് പോകുന്നത് കൊണ്ട് നാട്ടിൽ കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കില്ല മിസ്റ്റർ ചന്ദ്രശേഖർ. അതിന് മികച്ച ഡോക്ടർമാരും മരുന്നുകളും ആശുപത്രികളും തന്നെ വേണം. കേരളത്തെ ഇകഴ്ത്താൻ നോക്കുമ്പോൾ സ്വന്തം ഭാവനയിൽ വിരിയുന്ന കഥകൾക്ക് പകരം ഔദ്യോഗിക കണക്കുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കുറഞ്ഞത് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാകും.